സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 9, 10 ആണ് ഇന്ന് പാരായണം ചെയ്യേണ്ടത്. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യധജ്ഞോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘപരിതപ്തജനായ യോദൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത്. ഒരു സുഹൃത്തിനെ പോലെ കണ്ടുകൊണ്ട്, സാധാരണ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ മേൽപ്പത്തൂര് പറയണു, ഞാനിപ്പോൾ ഭഗവാനെ എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട്, ക്ലേശങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉപാസിച്ചു തുടങ്ങി 2-3 ദിവസങ്ങളായി. എൻ്റെ ഈ രോഗം മാറ്റി തന്നില്ലെങ്കിൽ ഗുരുവായൂരപ്പ എനിക്കല്ല കേട്ടോ അതിൻ്റെ മോശം, ഗുരുവായൂരപ്പന് തന്നെയാണ് അതിൻ്റെ മോശം എന്നിങ്ങനെ ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. മധുഗേഹാധീഷത്വയി ഖലു പരാഞ്ചോവി സുഖിനോ ഭവൽ സ്നേഹീ സോഹം സുബഹുപരിതപ്യേ ചകിമിതം അകീർത്തിസ്തേ മാഭൂദ്വരദ ഗതഭാരം പ്രശമയൻ ഭവൽ ഭക്തോക്തം സം ജഡതി ഗുരുമാം കം സദമന. ഗുരുവായൂരപ്പ, എനിക്കിപ്പോൾ ഒരു സംശയം. അവിടുത്തെ ഒരിക്കലും ഉപാസിക്കാണ്ട് വിമുഖന്മാരായി നിൽക്കണവർക്ക്, അങ്ങനെ ജീവിതത്തെ കാണുന്നവർ, യാതൊരു ഭക്തിയോ അല്ലെങ്കിൽ ഈശ്വര ചിന്തകളോ ഒന്നും ഇല്ലാത്തവർ, അവർ പോലും സുഖമായിട്ട് ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. എന്നാൽ അവിടത്തെക്കുറിച്ച് എപ്പോഴും നിരന്തരം ഈ രോഗക്ലേശങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി ദുഃഖത്തോടെ, സങ്കടത്തോടെ പറയണ എൻ്റെ രോഗങ്ങൾ അവിടുന്ന് മാറ്റിത്തരില്ലേ? എന്തേ അവിടുന്ന് ഒന്ന് കടാക്ഷിക്കാത്തത്? അവിടുന്ന് എത്ര ഭക്തന്മാരെ ആശ്രയിച്ചിട്ടുള്ളവരെ, എത്ര ഭക്തന്മാരെ അവിടുന്ന് അഭീഷ്ടങ്ങൾ നൽകി അനുഗ്രഹിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പേര് എടുത്തു പറഞ്ഞാൽ അനവധിയുണ്ട്. അവിടുന്ന് കംസനെ വധിച്ചു, അതേപോലെ തന്നെ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, അതേപോലെ അജാമിളനെ നാരായണ എന്ന പുത്രനെ വിളിച്ച, എന്നിട്ട് പോലും അവിടുന്ന് അജാമിളനെ എന്തെന്നില്ലാത്ത കാരുണ്യത്തോടുകൂടി അനുഗ്രഹിച്ചു ഇല്ലേ? വൈകുണ്ഠപ്രാപ്തി കൊടുത്തു. അതേപോലെ ആ ജലസമാധിയുടെ വക്കത്തെത്തിയ ഗജേന്ദ്രനെ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നൊരു വിളിയെ വിളിച്ചുള്ളൂ. അവിടുന്ന് ആ ഗരുഡൻ്റെ പുറത്ത് കയറി വന്ന് ഗജേന്ദ്രനെയും, ശാപം കൊണ്ടാണ് ഗജേന്ദ്രനായതും ആനയായതും മുതലായതും ആ ഭക്തന്മാരെയും രക്ഷിച്ചില്ലേ? അപ്പം അതേപോലെ ഗുരുവായൂരപ്പ അവിടുത്തെ ഈ രോഗക്ലേശങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി അവിടുത്തെ സേവിക്കുന്ന, ഉപാസിക്കുന്ന അടിയൻ്റെ രോഗങ്ങളെ മാറ്റിത്തന്ന്, ക്ലേശങ്ങളെയും ദുഃഖങ്ങളെയൊക്കെ മാറ്റിത്തന്ന് അനുഗ്രഹിക്കില്ലേ? അവിടുത്തെ ആ ഭക്തന്മാരിൽ ഒരു സ്ഥാനം അടിയനും നൽകില്ലേ എന്നൊക്കെ ഗുരുവായൂരപ്പനോട് നേരിട്ടിങ്ങനെ ചോദിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അനുഗ്രഹിച്ച് അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുത്ത ഗുരുവായൂരപ്പ, ഞാൻ ഗുരുവായൂരപ്പനോട് പറയാണ്, അതാണ് ഒരു സുഹൃത്ത് എന്ന നിലയ്ക്കാണ് പറയണത്. അവിടത്തേക്ക്
തനിക്ക് ദുഷ്കീർത്തി വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും ആ സ്വാർത്ഥം വിചാരിച്ചിട്ടെങ്കിലും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നിങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെതാ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂര് മനസ്സിലങ്ങനെ ഉറച്ചൊരു തീരുമാനം എടുക്കണു. ഗുരുവായൂരപ്പന എന്തായാലും വേണ്ടില്ല, ഞാൻ ഇനി ഇവിടെ എൻ്റെ ഈ രോഗങ്ങൾ മാറുന്നവരെ, ക്ലേശങ്ങൾ മാറുന്നവരെ, ദുഃഖങ്ങൾ അകന്നു പോകുന്നവരെ അവിടുത്തെ പാതാരബിന്ദങ്ങൾ ഉറച്ച് സേവിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാവും. ഉറപ്പോടു കൂടിയുള്ള ആ ഒരു തീരുമാനം എടുക്കലാണിതാ ഇനി അടുത്ത ശ്ലോകത്തിൽ. കിമുക്തൈർഭൂയോ വിസ്തവ ഹി കരുണ യാവതുദിയാദകം താവദ്ദേവ പ്രഹിതവിവിധാർത്ഥ പ്രലപിത പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം തതിനുതി നിഷേവാ വിരജയൻ. ഗുരുവായൂരപ്പ കൂടുതലൊന്നും അടിയൻ ഗുരുവായൂരപ്പനോട് പറയണില്ല. ഇതേവരെ പല വിധത്തിലുള്ള അവലാദികൾ പറഞ്ഞു. അത് അടിയൻ്റെ ഈ ക്ലേശം കൊണ്ടാണ്, ദുഃഖം കൊണ്ടാണ്, രോഗത്തിൻ്റെ ആ ശക്തി കൊണ്ടുള്ള ആ മനസ്സിലെ വിഷമം കൊണ്ടാണ് ഈ ഇത്രയും നേരം ഗുരുവായൂരപ്പനോട് ഈ ആവലാതിയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ ഈ രോഗം മാറ്റിത്തന്ന്, എൻ്റെ ഈ ദുഃഖം, എൻ്റെ ഈ മനക്ലേശം മാറ്റിത്തന്ന് അനുഗ്രഹിക്കുന്നവരെ, എനിക്ക് അവിടുത്തെ സേവിക്കാൻ പൂർണ്ണമായിട്ടുള്ള ആയുരാരോഗ്യ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നവരെ അടിയൻ അവിടുത്തെ വിടാൻ പോണില്ല. അവിടുത്തെ ആ പാതാരബിന്ദങ്ങളെ വിടാൻ പോണില്ല, മുറുക്കി പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേവരെ ഒരു ആവലാതിയുടെ സ്വരത്തിലാണ് ഗുരുവായൂരപ്പനോട് പറഞ്ഞത്, സ്തുതിച്ചതെങ്കിലും ഇവിടെ ആ ആവലാതി എല്ലാം മാറ്റിവെച്ചിപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, അടിയൻ്റെ രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നവരെ ഗുരുവായൂരപ്പ അവിടുത്തെ ആ പാതാരബിന്ദങ്ങളെ തന്നെ ആശ്രയിക്കാൻ, പാതാരബിന്ദങ്ങളെ വീട്ടാണ്ട് മുറുകെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണു എന്നിങ്ങനെ ആ ഒരു ഉറച്ച തീരുമാനം ഒരു പ്രതിജ്ഞ പോലെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മേൽപ്പത്തൂര് അങ്ങനെ ആ ഗുരുവായൂരപ്പനോട് ആവലാതിയൊക്കെ മാറ്റിവെച്ച് ഒരു ഉറച്ച തീരുമാനത്തോടെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ മുറുകെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് മേൽപ്പത്തൂര ഗുരുവായൂരപ്പനെ ഉപാസന എന്തെന്നില്ലാത്ത കൂടുതൽ ആ മനസ്സിലെ ഉറപ്പോടുകൂടി ഗുരുവായൂരപ്പനെ സേവിക്കാൻ, ഉപാസിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഈ 3 ദശകം ഇവിടെ സമാപിച്ചു. ഭാഗവതത്തിൽ പ്രഥമസ്കന്ധം ഭാഗവതത്തിൻ്റെ ഒരു പീഠികയായിട്ടാണ് ആചാര്യന്മാർ പറയാറ്. ഇവിടെ ഈ 3 ദശകങ്ങൾ, ഈ ദശകത്രയം അതേപോലെ തന്നെ നാരായണീയത്തിൻ്റെ ഒരു പീഠിക ആയിട്ടാണ് ആചാര്യന്മാർ പറയാറുള്ളത്. ഇനിതാ 4ാമത്തെ ദശകം, അത് നമുക്ക് നാളെ ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.